കൂട്ടിട്ട് കാര്യമില്ല. നീ അവിടുന്ന് ചങ്ങാതം കൂട്ടിട്ട് അമ്മ അമ്മ പറഞ്ഞ സോപ്പിട്ട് പാലിക്കൊണ്ട് നടക്കും വഴുക്കും പറഞ്ഞിട്ട് വന്നല്ലടാ നീ അല്ലേ? അല്ലടാ അല്ലടാ. ഇത് സമ്പത്ത് പാലക്കാട് ചൂലന്നൂർ സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റ് നെന്മാറ പുത്തൻതറ സ്വദേശി. ജൂലൈ മാസം 26-ാം തീയതി ആലത്തൂർ കാട്ടുശ്ശേരി സ്വദേശിനി ഓമനയുടെ മാല ബൈക്കിലെത്തി കവർന്ന കേസിലെ പ്രതി. ബാക്കി കാര്യങ്ങൾ ഓമന പറയും. ഞാൻ നടന്നു വരുമ്പോ അമ്മ വഴുക്കണ്ടാ പറഞ്ഞു. അപ്പൊ ഞാനില്ല മനെ മഴ വരികയല്ലേ ഞാൻ നോക്കി പോവാന്നും പറഞ്ഞു. അപ്പൊ ഞാൻ സൈഡിൽ ഇങ്ങനെ ഒരു കാല് താഴത്ത് ഒരു കാല് വണ്ടിയിലും വെച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ മൂത്രം ഒഴിക്കാൻ വല്ല നിൽക്കുകയായിരിക്കും. പെണ്ണുങ്ങളെ കണ്ടപ്പോ മാറി നിൽക്കുകയായിരിക്കും പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാണ്ട് അത്ര ദൂരം ഞാൻ പോയിട്ട് അവൻ വണ്ടി തിരിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ നിങ്ങൾ നടന്നു പോകുന്ന കാണുമ്പോ വയറ് കെട്ടുന്നു വണ്ടിയിൽ കയറിയുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട മനെ ഞാൻ ഈ ബൈക്കിലൊന്നും കയറിയിട്ടില്ല, എനിക്കാകില്ല, എനിക്ക് പേടിയാണ്. അല്ലമ്മ നിങ്ങൾ കയറിക്കോളി, എനിക്ക് ഹെൽമെറ്റ് ഊരിയിട്ട് ഞാൻ സ്കൂൾ മാഷാണ്, നിങ്ങൾ ധൈര്യത്തിൽ കയറിക്കോളി, ഞാൻ കള്ളനൊന്നും അല്ല പറഞ്ഞു. അവ വീട്ടിൻ്റെ അവിടെ കൊണ്ട് ഇറക്കി. വീട് എനിക്കറിയില്ല, അവിടുത്തെ ഒരു കള്ളു ഷാപ്പ് അറിയാ പറഞ്ഞു. അപ്പൊ ഏത് കള്ളു ഷാപ്പ് അറിയും ചോദിച്ചപ്പോ മലക്കുളത്തല്ലേ കള്ളു ഷാപ്പ് പറഞ്ഞു. അല്ലമ്മ ഇതിന്റെ അടിയിൽ ചേരുമരം നിൽക്കുന്ന ഒരു കള്ളു ഷാപ്പ് അറിയാ പറഞ്ഞു. അപ്പൊ അതിന്റെ അപ്പുറത്ത് തന്നെ വീട് എന്നും പറഞ്ഞിട്ട് ഞാൻ വണ്ടി കയറിയിട്ടില്ല. ഇവൻ എന്നെ അങ്ങോട്ടും വിടുന്നില്ല ഇങ്ങോട്ടും വിടുന്നില്ല. അങ്ങനെ ആയപ്പോ എന്താണ് അറിയുന്ന ഇത്രയും നല്ലത് പറയുമ്പോ നല്ല കുട്ടിയായിരിക്കും പറഞ്ഞിട്ട് വണ്ടി കയറി വരികയും ചെയ്തു. ഇടവഴി എത്തിയപ്പോ മഴ ചാറി, കുട മടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. മഴ ചാറിയപ്പോ അമ്മ നിങ്ങൾ കുട നിർത്തി പിടിക്കും പറഞ്ഞു. അയ്യോ എന്റെ കുട കേടുവരുടെ മകനെ ഞാൻ വണ്ടിയിൽ കുട പിടിച്ചിട്ടിരിക്കില്ല പറഞ്ഞു. അപ്പൊ അവൻ കുടയെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു കാണിച്ചു തന്നു. സാറിന്റെ അടുത്തേക്ക് ഇങ്ങനെ കുട സൈഡ് ഇങ്ങനെ പിടിക്കും. അപ്പൊ കുടയും കേടുവരില്ല, നിങ്ങൾ നനയൂല്ല പറഞ്ഞു. ഞാൻ അങ്ങനെ പിടിച്ചിട്ട് അവിടെ എത്തിയപ്പോ ഇപ്പൊ തന്നെ വീട് ഇവിടുത്തെ നിർത്തിക്കോ പറഞ്ഞു. ഇവിടെ നിർത്തുകയും ചെയ്തു. അവൻ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴും ഞാൻ ഇവിടെ എത്തിയപ്പോഴും അമ്മ ഒരു 20 ഉറുപ്പ്യ തരുമോ ചോദിച്ചു. എന്റെ കയ്യിൽ എവിടുന്ന പൈസ, ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് വരികയല്ലേ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ഫോൺ നമ്പർ തരും പറഞ്ഞു. എന്റെ കയ്യിൽ ഫോണേ ഇല്ല പറഞ്ഞു. അപ്പോഴാണ് ഇവിടെയാണല്ലോ ഗിരീഷിന്റെ വീട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. ആനക്കാരൻ ഗിരീഷ് ഫേമസ് ഉള്ളതാണ്, ഇത് നിങ്ങൾ അറിയില്ല പറയുന്നത്. ഈ ഭാഗത്താണ് വീട്, എനിക്ക് വീട് അറിയില്ല, അയ്യപ്പനെയും ഗിരീഷിനെയും അറിയും പറഞ്ഞു. അപ്പൊ അറിയോടെ മാനെ പറഞ്ഞു. ഞാൻ മുമ്പും നടന്ന അവൻ എന്റെ പുറകിലും വന്നു. പുറകിൽ ഇതിയെ കൂടെ പോകുമ്പോഴും വഴുക്കണ്ട എന്നാണ് അവൻ പറഞ്ഞത്. ഇല്ല ഇവിടെയൊക്കെ ഞാൻ സാധാരണ നടക്കുന്ന വഴിയല്ല, വഴുക്കില്ല എന്നും പറഞ്ഞു. ഇതും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിൽ തിരിയുമ്പോഴേക്ക് ഒരു നായി അവിടെ നിന്ന് വന്നു. അമ്മ എന്നെ നായി കഴിക്കുന്നു പറയുമ്പോ വേദി വരം ചേർന്നു. എന്നെ ഇവിടെ കൊണ്ട് കൂട്ടി നീ നായി കടിക്കണ്ട എന്നും പറഞ്ഞിട്ട് നായി ഇങ്ങോട്ട് പോകാൻ പറഞ്ഞ നായിനെ ആട്ടി വിട്ടിട്ട് ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു. മുമ്പിലേക്ക് ദുതന്നയുടെ മകനെ വീട് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ദുതന്നെ വീട് പറഞ്ഞ് കാണിച്ചും കൊടുത്തു. ആ കാണിച്ചു കൊടുക്കും ഇതന്നെ വീട് പറയുമ്പോഴേക്കും ഇവൻ എന്റെ പുറകിൽ കൂടെ വലിച്ചു ഞാൻ മരുന്ന് വീണു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്.